ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അത് ഇന്ന് ജയേട്ടന്റെ സ്പെഷ്യലാണ്. അതുകൊണ്ട് ജയേട്ടനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റൗവിലേക്ക് ബിരിയാണി പോട്ട് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഗരം മസാലയുടെ കൂട്ടായ ജാതിപത്രി, കരയാമ്പു, പട്ട ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ യെല്ലോ നിറമാവുന്നതുവരെ സവാള നന്നായി വഴറ്റുക. ശേഷം പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായി വഴറ്റിയ ശേഷം ഗരം മസാല, ഉപ്പ്, അല്പം ചിക്കൻ മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ തക്കാളി ഒരെണ്ണം ചേർക്കുക. അതിനുശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർക്കുക. കൂടാതെ അതിലേക്ക് അര ഗ്ലാസ് തൈര്, പുളിയില്ലാത്ത തൈര് ചേർക്കുക. ഇതേ സമയം തന്നെ അടുത്ത ഒരു സ്റ്റൗവിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചോറ് തയ്യാറാക്കാം. അതിനായി ഒരു കലം വെച്ച ശേഷം അതിലേക്ക് നെയ്യും എണ്ണയും ഒഴിച്ച് ആവശ്യമായ ഗരം മസാലകൾ അതിലേക്ക് ചേർക്കുക. നാരങ്ങ നീരും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് തൈരും നാരങ്ങ നീരും പാകത്തിന് ചേർക്കുക. അതിൽ 6 ഗ്ലാസ് കൈമ റൈസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് 12 ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട്. ഏകദേശം 75-80% വെന്ത് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് കോരി മാറ്റുകയാണ് ചെയ്തത്. നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യുന്നതിനായി കാഷ്യൂവും കിസ്മിസും നെയ്യ് ചേർത്ത് വറുത്തെടുക്കുക. പാകത്തിന് വെന്ത ബിരിയാണി റൈസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയുടെ മുകളിലേക്ക് നിരത്തുക. ഇതിനു മുകളിലായി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂവും കിസ്മിസും സവാളയും വിതറി അല്പം മല്ലിയിലയും കൂടി ഇട്ട ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവിയേറ്റുക. ഇതൊരു വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.